ചെറുവള്ളി എസ്റ്റേറ്റ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം വെളിപ്പെട്ടിരിക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിന് കോടതി തടയിട്ടിരിക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിന്മേൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ബിലീവേഴ്സ് ചർച്ചിനാണെന്ന് കോടതിയുടെ ഉത്തരവ്. എന്താണ് ഈ ഉത്തരവ് വരാനുള്ള പ്രധാന കാരണം? പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നില്ല. പാട്ടക്കാലാവധി കഴിഞ്ഞ ശേഷമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് അടങ്ങിയ 2200 ഏക്കർ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് കൈമാറാനായി ഹാരിസൺ പ്ലാന്റേഷൻ ഗ്രൂപ്പ് തീരുമാനിച്ചത്. അപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത വെളിപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് പാട്ടക്കാലാവധി അവസാനിച്ചിട്ടും സംസ്ഥാനത്തിലേക്ക് ആ എസ്റ്റേറ്റ് കണ്ടുകെട്ടാൻ സർക്കാർ നീക്കം നടത്താത്തത്? 2200 ഏക്കർ വരുന്ന കണ്ണായ ഭൂപ്രദേശം എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഭൂബാങ്കിലേക്ക് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കാത്തത്? ആ ചോദ്യം വളരെ ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. അതിനുശേഷമാണ് ശബരിമല വിമാനത്താവള നിർമ്മാണത്തിലേക്കായി ഈ 2200 ഏക്കർ വരുന്ന ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ 2200 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിലായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് പണം കൊടുത്ത് ഈ ഭൂമി വിലയ്ക്ക് വാങ്ങാനായിരുന്നു ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ 2200 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയത്. നിയമപരമായി ഒരു പഴുതും അടയ്ക്കാതെയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം. അത് കോടതിയിൽ തോറ്റുപോകുമെന്ന് നിയമവിദഗ്ധർ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഇതാ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയതുപോലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തെ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു പാലാ സബ് കോടതി. അതുമാത്രവുമല്ല, എസ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന 2200 ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ആ ഉത്തരവ് കൂടി കോടതി മരവിപ്പിച്ചിരിക്കുന്നു, റദ്ദാക്കിയിരിക്കുന്നു. ഇതിന് പിന്നിൽ സംസ്ഥാന സർക്കാരും ബിലീവേഴ്സ് ചർച്ചും തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ളത് പരമമായ സത്യമാണ്. മറ്റൊന്നുമല്ല, 2200 ഏക്കർ വരുന്ന ഈ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് പൊന്നും വില കൊടുത്ത് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചില ഉദ്യോഗസ്ഥരുടെ സംസ്ഥാന സർക്കാരിൻ്റെ കുടിലതന്ത്രമാണ് ഇതിനൊക്കെ പിന്നിൽ. ശബരിമല വിമാനത്താവളം ഇവിടെ തന്നെ കൊണ്ടുവരണമെന്നുള്ളത് പിണറായി സർക്കാരിൻ്റെ പിടിവാശിയായിരുന്നു. എരുമേലിയിലും പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമടക്കം വിമാനത്താവളത്തിന് അനുയോജ്യമായ മറ്റ് നിരവധി ഭൂമികൾ ഉണ്ടായിട്ടും ഈ 2200 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ ശബരിമല വിമാനത്താവളം വരണമെന്നാണ് പിണറായി സർക്കാർ തുടക്കം മുതൽ വാശി പിടിച്ചത്. എന്നാൽ ഈ ഭൂമി സർക്കാരിൻ്റെതാണെന്നും പാട്ടക്കാലാവധി കഴിഞ്ഞ ശേഷവും ഹാരിസൺ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൈവശം വച്ചിരുന്നതാണെന്നും പാട്ടക്കാലാവധി കഴിഞ്ഞ ശേഷം ഒരു തരത്തിലുള്ള നിയമപരീക്ഷയുമില്ലാതെ അത് ബിലീവേഴ്സ് ചർച്ചിന് കൈമാറിയതാണെന്നുമുള്ള യാഥാർത്ഥ്യം അന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരും നിയമവിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും ആ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാതെയും യാതൊരു തരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാതെയും ചെറുവള്ളി എസ്റ്റേറ്റുമായി ഉടമ്പടി ഉണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ അന്ന് തീരുമാനിച്ചത്. പിന്നീട് ഈ വിഷയം വിവാദമായതിന് പിന്നാലെയാണ് ഈ 2200 ഏക്കർ വരുന്ന ഭൂമി ആ വസ്തു ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. അപ്പോൾ തന്നെ ഗോസ്പൽ ഫോർ ഏഷ്യ കോടതിയെ സമീപിക്കുകയായിരുന്നു. കാരണം ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് ഈ കേസ് നിഷ്പ്രയാസം വിജയിക്കാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പഴുതുകൾ ഇട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ, ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് തന്നെ. അങ്ങനെ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ കോടതി ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. ഇനി എന്താണ് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാവി? മറ്റൊന്നുമല്ല, ശബരിമല വിമാനത്താവള നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊന്നും വില കൊടുത്ത് ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക്, അതായത് ബിലീവേഴ്സ് ചർച്ചിന് പൊന്നും വില കൊടുത്ത് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകും. ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്.
കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും പല ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെയും പോക്കറ്റുകളിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിപ്പണം വന്നു നിറയും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിലെ കോടിക്കണക്കിന് രൂപ തൂർത്തടിക്കാനുള്ള വലിയ ഒരു അഴിമതിയുടെ ഭാഗമാണ് ഈ നീക്കം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ ഈ കേസ് തോറ്റുകൊടുക്കാൻ ബോധപൂർവം തീരുമാനിച്ചതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ CPMൻ്റെ ഉന്നത നേതാക്കന്മാരുടെയും ഒത്തുകളി ഈ കേസിന് പിന്നിൽ വ്യക്തമാണ്. ബിലീവേഴ്സ് ചർച്ചുമായി ഒത്തുകളിച്ചുകൊണ്ട് ഈ കേസ് കോടതിയിൽ തോറ്റുകൊടുക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അതിന് പിന്നിൽ വൻ അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ബിസിനസ്സുമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.